ഇത് നമുക്ക് പാർലി-ജി കൊണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. പാർലി-ജിന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് ആണ് പാർലി-ജി. ഇപ്പോഴത്തെ കുട്ടികൾക്കായിരുന്നാലും നല്ല ഇഷ്ടം തന്നെയാണ് പാർലി-ജി. അപ്പൊ പാർലി-ജിയുടെ ബിസ്ക്കറ്റ് ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അതൊന്നും മുക്കി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഇന്ത്യക്കാർ തന്നെ വളരെ കുറവായിരിക്കും. പിന്നെ പാർലി-ജിയുടെ ബിസ്ക്കറ്റിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ടുണ്ടായിരുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ പാർലി-ജിയുടെ ബിസ്ക്കറ്റിന് ഇപ്പോഴും ഉണ്ട്. പിന്നെ വിലയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വില കുറവുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് പാർലി-ജി. പിന്നെ ഈ പാർലി-ജി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്റെ ചെറുപ്പത്തിലേക്കും പാർലി-ജി അല്ലെങ്കിൽ ഏത്തപ്പഴം ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഞാൻ നാളെ പാർലി-ജിയുടെ നല്ലൊരു അടിപൊളി ഐസ്ക്രീം ആയിട്ടാണ് വരുന്നത്. അപ്പൊ നാളത്തെ റെസിപ്പി നിങ്ങൾ എന്തായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇന്ന് നമ്മള് പാർലി-ജിയും പിന്നെ റോബസ്റ്റോളും പിന്നെ ബ്രെഡും ഇത് മൂന്നും കൂടിയും ചേർത്തിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പൊ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പാർലി-ജിയുടെ ബിസ്ക്കറ്റ് ആണ്. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ പാക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇത് ഒരു പാക്കറ്റ് 56.4 ഗ്രാമിന്റെ പാക്കറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ ബ്രെഡ് വേണം. ബ്രെഡ് ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. പിന്നെ ഒരു റോബസ്റ്റ് പഴം വേണം. ഈ പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ പഴുത്ത പഴം എടുക്കുക. പക്ഷെ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാല് വേണം. പാല് അങ്ങനെ ചേർക്കണതിന് കറക്റ്റായിട്ട് ഒരു അളവില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കും. ഈ ബ്രെഡും മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കും. പിന്നെ പഴവും പാലും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കും. അപ്പോൾ ഈ പഴം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള പാല് മാത്രം ഈ പഴം അരച്ചിട്ട് എടുക്കുമ്പോൾ ചേർത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ പാല് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമ്മൾ കുറേ പാല് ഈ പഴത്തിൽ ചേർത്തിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും അതിനകത്ത് വെള്ളം കൂടുമല്ലോ. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാനിവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ മിക്സിയിലിടുമ്പോൾ പൊടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിട്ട് തോന്നി. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസും വേണം. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു പാക്കറ്റിൽ 12 ബിസ്ക്കറ്റാണ് ഉള്ളത്. ഇതും ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ബ്രെഡിൻ്റെ കൂടെ ചേർക്കാം. ഇനി നമുക്ക് പഴം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചിട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് ഇതേപോലെ ബ്രെഡും ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് ഫസ്റ്റ് പൊടിച്ചിട്ടെടുക്കുക. നമുക്കറിയാലോ. അത് കഴിഞ്ഞിട്ട് പഴം അരച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ മിക്സി അങ്ങോട്ട് വെറ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ശരിക്കും പൊടിഞ്ഞു കിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാതെ എനിക്കറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതിലേക്ക് ഒരു റോബസ്റ്റ് പഴം ചേർക്കാം. ഇത് കളർ മാറിയിട്ടുണ്ടെങ്കിലും പഴം ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് മാത്രം പാല് ചേർക്കുക. അത് ഒരു ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. അതിലേക്ക് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി ഒന്ന് കറക്കി നോക്കും. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഈ ബ്രെഡ് ആയിരുന്നാലും ബിസ്ക്കറ്റൊക്കെ ആയിരുന്നാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം അതിലേക്ക് നമുക്ക് അധികം ഇങ്ങനെ വെള്ളം ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഇതും ഒന്ന് കറക്കിയിട്ടെടുക്കുക. അപ്പോൾ പഴവും മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം പോലെ എടുക്കരുത്. പിന്നെ ഈ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചിട്ട് എടുക്കണ പോലെ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടല്ല മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. സ്പൂണും കൊണ്ട് ഒന്ന് ഇളക്കി എടുക്കാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. എന്നാൽ മാത്രമേ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇതിലേക്ക് ഈ പഴം അരച്ചത് ചേർക്കാം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ട്, സാധാരണ പഴം തന്നെ അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. പക്ഷേ ഇതിലേക്ക് നമുക്ക് എന്തായിരുന്നാലും പാല് വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പാല് ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങൾ പഴം സെപ്പറേറ്റ് ആയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട്. ഈ പഴത്തിനായിരുന്നാലും പിന്നെ ബിസ്ക്കറ്റിനായിരുന്നാലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. പക്ഷെ പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തിക്കിൽ വേണം പഴം അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിലേക്ക് സെപ്പറേറ്റ് ഇനി മധുരം ചേർക്കണ്ട, കാരണം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കണ്ട, എന്നാൽ ഭയങ്കര ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടി. സ്പൂൺ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും വേണം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. ഇനി ഈ മിക്സ് നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് നമ്മളിങ്ങനെ ഷേപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുമ്പോൾ ബ്രെഡ് ക്രംസിൻ്റെ മുകളിൽ വെക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെക്കണ എന്ത് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടിഭാഗം ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. അപ്പം ഞാൻ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് ഞാനത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. ഇതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് ഇട്ടിട്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ നീക്കി വയ്ക്കാം. അതാണ്ട് നീക്കി വയ്ക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാവരും ഒരു കറക്റ്റ് ഷേപ്പിലാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. നമ്മുടെ കൈമ വേണമെന്നുണ്ടെങ്കിൽ കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആയിരുന്നാലും മതി. ഞാനിപ്പോൾ നെയ്യാണ് തൂത്തത്, കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് തൂത്ത് കൊടുക്കുക. ഇതേപോലെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ ഒരു സ്പൂണാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വയ്ക്കുക. അപ്പം ഇത് ഇതേപോലെ ഇങ്ങനെ നല്ല ലൂസായിട്ടാണ് ഇത് ഇരിക്കുന്നത്. നമ്മുടെ കൈമ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈമ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ ഒരു കറക്റ്റ് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിങ്ങനെ നമ്മൾ കയ്യിലിങ്ങനെ ഒരു സ്പൂണായിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഈ ബ്രെഡ് ക്രംസിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ഇതേപോലെ ഒരു ഷേപ്പാക്കി, നമുക്ക് ഇഷ്ടമുള്ള റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് എടുക്കുക, സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ എടുക്കുക, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതെല്ലാനും ഒരേ ഷേപ്പിലെടുക്കുകയെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ടാവുമല്ലോ. ഈ ഷേപ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ കാണാനായിരുന്നാലും നല്ല ഭംഗിയുണ്ടാവും. എപ്പോഴും റൗണ്ട് ഷേപ്പ് നമ്മൾ എപ്പോഴും കാണുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഷേപ്പാക്കാൻ. ഇത് നമ്മുടെ കയ്യിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയാലും ഇത് നമ്മുടെ കൈമൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പാലെങ്ങാനും കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു 8 എണ്ണമാണ് കിട്ടിയേക്കണത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
പിന്നെ നമ്മൾ ഈ മിക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ ഈ ബ്രെഡ് ക്രംസിൽ അധികം നേരം അങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ് ആയിരുന്നാലും ഒന്നും നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കരുത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഓയിൽ കണ്ടമാനം കുടിക്കും. കാരണം ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചർ മുഴുവനും ഈ ബ്രെഡ് ക്രംസ് വലിച്ചെടുക്കും. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഭയങ്കര വാട്ടറി പോലെ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കണ്ടമാനം ഓയിൽ കുടിക്കും. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്തായിരുന്നാലും കട്ട്ലേറ്റ് ഷേപ്പൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കാം. പക്ഷെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. നേരത്തെ കൂട്ടിയിട്ട് ബ്രെഡ് ക്രംസ് കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കരുത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പാനാണ് വെക്കുന്നത്. ഇതൊരു കാസ്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയൊരു പാനാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ കൂടുതലുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുക. ഇത് ചൂടായ ഓയിലിലേക്ക് ഇടുക. ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് അങ്ങനെ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. തീ ഒരു ഇത് നന്നായിട്ട് കൂട്ടി തന്നെ വെക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും അങ്ങനെ വേവാനൊന്നും ഇല്ലല്ലോ. വലിയ ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. കാരണം തീ ഒരുപാട് കൂട്ടി അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് ക്രംസൊക്കെയും ഈ ഓയിലിലേക്ക് പോണതൊക്കെ കിടന്നിട്ട് കരിയും പെട്ടെന്ന്. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ മറ്റേ സൈഡും തിരിച്ചിടാം. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചിട്ടാൽ മതി. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഓയിൽ ഒഴിച്ചും കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടൊന്ന് ഓയിൽ കളയണം. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഓയിൽ കുടിക്കുകയും ചെയ്യില്ല. പിന്നെ നമ്മൾ തീ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പോണതിന് മുമ്പ് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കണം. അപ്പോൾ എന്ത് സാധനത്തിൻ്റെ ഉള്ളിലും ഓയിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീ അങ്ങോട്ട് കൂട്ടിയിടുമ്പോൾ ആ ചൂടിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഓയിലൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും. ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഇതിലേക്ക് ഒരുപാട് ഓയിലൊന്നും കുടിക്കൊന്നുമില്ല. നമ്മൾ ഒഴിച്ചേക്കണ ഓയിലിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് ചെറിയ പാൻ ആയതുകൊണ്ട് കുറച്ച് ഓയിൽ ഞാനിതിലേക്ക് ഏറ്റാതെ ഇട്ടപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് താഴത്തേക്ക് വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാർലിജിയും കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അധികം ചൂടാറുന്നതിന് മുമ്പ് ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോഴായിരിക്കും ആ നെയ്യുടെ ഫ്ലേവറൊക്കെ നമുക്ക് ശരിക്കും കിട്ടുക. അല്ലെങ്കിൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ആ നെയ്യൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങോട്ട് കട്ടയാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നാളത്തെ ഐസ്ക്രീമിൻ്റെ പാർലിജിയുടെ ഐസ്ക്രീം അത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത് അടിപൊളി ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഇനി നാളെ നമുക്ക് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ട് കാണാം. കൂടെ മരങ്ങളുമൊക്കെ ഇലകൾ വന്നിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇലകളായതുകൊണ്ട് ഇലകൾക്ക് നല്ല കളറാണ്. ഇവിടെ നിന്ന് നല്ല മഴയുണ്ട്.